ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇംപെർഫെക്റ്റ്ലി ഡെലീഷ്യസ്. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മസാല. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമായത്. ഇത് കുറച്ച് ബോംബെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ മാക്സിമം പെട്ടെന്ന് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ ഇങ്ങനെ നോൺ വെജ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പരിപാടി ഇതാ. ഒരുപാട് നമ്മുടെ വീട്ടിലെ മസാലകൾ മാത്രം യൂസ് ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇത്. അപ്പോൾ ഇതിന് ഞാൻ ഒനിയൻസും ടൊമാറ്റോസും പേസ്റ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഒരു കടായിക്കകത്ത് കുറച്ച് നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കുറച്ച് ഗരം മസാലകളും പിന്നെ 1 ടീസ്പൂൺ ജീരകം 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമുക്ക് അനിയൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അനിയൻ ഞാനൊരു 3 മീഡിയം സൈസ് സവോള അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കാതെ അരയ്ക്കണം. എന്നിട്ട് അതിനെ നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നല്ലപോലെ സോട്ടേ ചെയ്യണം. ഡാർക്ക് ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാരണം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിനകത്തും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. അതിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനെ ഒരു 5 മിനിറ്റ് സോട്ടേ ചെയ്ത് കഴിഞ്ഞിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ സോട്ടേ ചെയ്യുക. പിന്നെ അതിന് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കന് ഒരു 5 മിനിറ്റ്സ് 6 മിനിറ്റ്സ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ലപോലെ സോട്ടേ ചെയ്യണം. ചിക്കൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പം നമുക്ക് ബാക്കി മസാലകളും ഇതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രോസസ്സ്, ഈ ഗ്രേവിക്ക് ആക്ച്വൽ ടേസ്റ്റ് വരുന്ന മെയിൻ പ്രോസസ്സ് ഈ സോട്ടേ ചെയ്യുന്നതാണ്. നമുക്ക് ഇതിനെ നല്ലപോലെ അനിയൻസ് ആയാലും ചിക്കൻ ആയാലും ടൊമാറ്റോസ് ആയാലും ഇട്ടിട്ട് നല്ലപോലെ സോട്ടേ ചെയ്യണം. എന്നാലേ അതിന് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ചിക്കൻ്റെ കളർ ചേഞ്ചായി. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ടൊമാറ്റോയുടെ പേസ്റ്റ് ഞാനൊരു 2 മീഡിയം സൈസ് ടൊമാറ്റോസ് യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. അതിനെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്ക് ആ ഗ്രേവിക്കില്ലേ ഒരു നല്ല കൺസിസ്റ്റൻസി കിട്ടും, നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടും. അപ്പം ടൊമാറ്റോ നല്ലപോലെ ഞാനൊരു 5-6 മിനിറ്റ്സ് നല്ലപോലെ സോട്ടേ ചെയ്ത് ഓയിലൊക്കെ സെപ്പറേറ്റ് ആയി വന്നപ്പോഴത്തേന് നമുക്ക് ഇതിനകത്ത് പൗഡേഡ് മസാലാസ് ഇടാം. പൗഡേഡ് മസാലയ്ക്കകത്ത് ഞാൻ മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. പിന്നെ ഞങ്ങൾ നോർത്ത് സൈഡിൽ മാക്സിമം ബോംബെ സൈഡിലൊക്കെ ചിക്കൻ കറി ആയാലും മട്ടൻ കറി ആയാലും എല്ലാത്തിനകത്ത് ഉരുളൻകിഴങ്ങ് ഇടും. അപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. നോർത്ത് സൈഡിൽ മാക്സിമം കറിക്കകത്ത് ഞങ്ങളുടെ വീട്ടിൽ എന്തായാലും ആ സംഭവം ഉണ്ട് കേട്ടോ. എല്ലാ ഗ്രേവിക്കും പൊട്ടറ്റോ വേണം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്യാം. പക്ഷേ വെള്ളം ചൂടുവെള്ളമായിരിക്കണം ഈ സ്റ്റേജിൽ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ ഇങ്ങനെ റബ്ബർ മാതിരിയാവും. അപ്പം നമുക്ക് എത്ര കൺസിസ്റ്റൻസി വേണം അത്രയും വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ്സ് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റേജിൽ ഞാൻ ചെക്ക് ചെയ്യുമായിരുന്നു എൻ്റെ പൊട്ടറ്റോസും ഇതും ചിക്കൻ വെന്തിട്ടില്ല. ഞാനപ്പോൾ ഒരു 5-6 മിനിറ്റ്സ് അതിനെ ഓപ്പൺ ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് കസൂരി മേത്തി ഇടണം. ദിസ് ഇസ് വൺ ഓഫ് ദ മെയിൻ സ്റ്റെപ്പ്. അപ്പം വേണമെങ്കിൽ കസൂരി മേത്തി നമുക്ക് ഡയറക്റ്റ്ലി ക്രഷ് ചെയ്തിടാം. പക്ഷെ ഞാനിതിനെ ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിടുന്നത്. അപ്പം ഡ്രൈ റോസ്റ്റ് ചെയ്തിടുമ്പോൾ ഇല്ലേ നമുക്ക് ആ ഗ്രേവിക്ക് ഒരു അടിപൊളി അരോമയാണ് കിട്ടുന്നത്, അടിപൊളി ടേസ്റ്റും നല്ലൊരു സ്മെല്ലാണ് അതിന് വരുന്നത്. അപ്പം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒരു 2-3 മിനിറ്റ്സ് നല്ലപോലെ സോട്ടേ ചെയ്യാം, ഒന്ന് കുക്ക് ചെയ്യാം. അതിനിപ്പോൾ ഇത് കവർ ചെയ്ത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് എത്ര കൺസിസ്റ്റൻസി വേണം അതനുസരിച്ച് നമുക്ക് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കുക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി അത് കുറഞ്ഞോളും. പിന്നെ ഈ സ്റ്റേജിൽ എനിക്ക് കുറച്ച് ഗ്രീൻ ചില്ലീസ് ഇടുന്നുണ്ട്. ഇതും കംപ്ലീറ്റ്ലി ഓപ്ഷനല്ല. എനിക്ക് ആ ഗ്രീൻ ചില്ലിയുടെ ടേസ്റ്റ്, നമുക്ക് ആ ഒരു ഗ്രീൻ ചില്ലി ഇങ്ങനെ മേളിൽ നിന്ന് ഇട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു അരോമ വരും, സൂപ്പർ അരോമ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കൊറിയൻഡർ ഇട്ട് ഗാർണിഷ് ചെയ്യുക. പിന്നെ നമ്മുടെ ചിക്കൻ ഗ്രേവി, ബോംബെ സ്റ്റൈൽ ചിക്കൻ ഗ്രേവീസ് റെഡി. പെട്ടെന്ന് ഉണ്ടാക്കാം, വളരെ ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വീട്ടിലെ മസാലകൾ മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ചിക്കൻ ഗ്രേവിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഫോളോ, കമൻറ്റ്, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.